ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ വീഡിയോ ചിത്രീകരിക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും നിയമപരമായി തെറ്റാണോ? പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പോലീസ് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചാൽ ആ ദൃശ്യങ്ങൾ പകർത്താമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ പോലീസിന് മുന്നിൽ വലിയ ഷോ കാണിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കണം. കൊല്ലം കൊട്ടാരക്കരയിൽ പിങ്ക് പോലീസിനെതിരെ ഫേസ്ബുക്ക് ലൈവ് നൽകിയ യുവാവ് അറസ്റ്റിലായി. KTR മീഡിയ അഡ്മിനായ കൊല്ലം സ്വദേശി വിഷ്ണുവിനെയാണ് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസിന്റെ പരാതിയിലാണ് നടപടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസുകാർക്ക് ചുളുവിന് കുറച്ച് പെറ്റിയടിക്കുവാൻ വേണ്ടി ഈ മഹാഗണപതിയുടെ മുന്നിൽ തൊഴാൻ ചെല്ലുന്ന ആളുകൾക്ക് പെറ്റിയടിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. കാരണം പിങ്ക് പോലീസാണ്. പിങ്ക് പോലീസിന്റെ ആളുകൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ അവരറിയാതെ ഒളിച്ചു നിന്നുകൊണ്ട് ഫൈൻ അടിക്കുക. മെയ് 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസിനെതിരെ വിഷ്ണു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഹെൽമറ്റ് ധരിക്കാതെ ക്ഷേത്രത്തിലെത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ ഫോട്ടോ പകർത്തി പിഴ ഈടാക്കുകയാണെന്നാരോപിച്ചായിരുന്നു ലൈവ്. അതേസമയം വിഷ്ണുവും ഭാര്യയും ക്ഷേത്ര ദർശനത്തിന് ശേഷം ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോഴാണ് പോലീസ് ഫോട്ടോ എടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കൊട്ടാരക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിലവിലെ കേസിനൊപ്പം മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലും വിഷ്ണു പ്രതിയാണെന്ന് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. പോലീസുകാർക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പോലീസുകാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക. കേട്ടോ, കൊട്ടാരക്കര മഹാഗണപതിയുടെ മുന്നിൽ വന്നിട്ട് ആവശ്യമില്ലാതെ ഫൈൻ അടിക്കുകയാണ് പിങ്ക് പോലീസ് പുതിയതായിട്ട് വരുന്ന. എന്നാൽ ക്ഷേത്രത്തിന് മുന്നിൽ അകാരണമായി പോലീസ് പെറ്റി നൽകുന്നത് എതിർത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക മാത്രമാണ് വിഷ്ണു ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.